എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PNC മാക് BSc നഴ്സിംഗിൻ്റെ 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. സോ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 29 തീയതിയാണ്. ഒക്ടോബർ 29 തീയതി രാവിലെ 11:30 വരെ കോളേജ് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ദിവസം തന്നെ 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും പുതിയ കോളേജ് ഓപ്ഷൻസ് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ഓപ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. നേരത്തെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. സോ ഓരോ അലോട്ട്മെൻറ്റ്സ് കഴിയും തോറും പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. പിന്നെ ഇതിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. PNC മാക്കിൻ്റെ അലോട്ട്മെൻറ്റിൽ ഡിലേ വരാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ലഭിക്കാനായിട്ട് വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് ഡിലേ ആയത്. നേരത്തെ 5th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5th അലോട്ട്മെൻറ്റിൽ കോളേജിൽ ജോയിൻ ചെയ്തതും ജോയിൻ ചെയ്യാത്തതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലിസ്റ്റിൽ വേക്കൻസി സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സീറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. വേക്കൻസി സീറ്റ് ഫില്ല് ആവുന്നത് വരെ അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ 5th അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ജോയിനിങ് അല്ലെങ്കിൽ നോട്ട് ജോയിൻഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഇനിയും കോളേജസിലൊക്കെ വേക്കൻസി ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഏകദേശം സീറ്റ്സ് ഒക്കെ ഫില്ല് ആയിട്ടുണ്ട്. അതിൽ കൂടാതെ വേക്കൻസീസും ഓരോ കോളേജസിന് 1, 2, 3 വിധമൊക്കെ വേക്കൻസീസും കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില കോളേജസിൽ സീറ്റ്സ് ഒക്കെ ഫില്ല് ആയിട്ടുള്ളത് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഈ ജോയിൻഡ് എന്ന് കാണിക്കുന്നത് ആ ഒരു കാൻഡിഡേറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ജോയിൻഡ് എന്ന് കാണിക്കുന്നത്. നോട്ട് ജോയിൻഡ് മീൻസ് ആ ഒരു കാൻഡിഡേറ്റിന് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ആ ഒരു കാൻഡിഡേറ്റ് ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള സീറ്റ്സ് ഒക്കെയാണ് വേക്കൻ്റ് ആയിട്ട് മാറുന്നതും അടുത്ത അലോട്ട്മെൻറ്റ്സിലോട്ട് കൺസിഡർ ചെയ്യുന്നതും. ടോട്ടൽ 86 സീറ്റ്സ് ആണ് എല്ലാ കോളേജസിലും കൂടെ വേക്കൻ്റ് ആയിട്ട് ഉള്ളത്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ് ഈ 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുവരെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്കും ഇതിൽ ഓപ്ഷൻ വെച്ച് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെയുള്ള അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റ്സിലും ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം നിങ്ങൾ കോളേജിൽ നേരത്തെ ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ ആ അഡ്മിഷൻ പെർമനൻ്റ് ആവുകയും PNC മാക്കിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിമൂവ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അലോട്ട്മെൻറ്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ, അതായത് 5th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് 414 ആണ്. സോ ഇതുവരെ കിട്ടാത്തവർക്കും 5th അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത അലോട്ട്മെൻറ്റിലും ഇതേപോലെ തന്നെ ഇൻഡെക്സ് കുറച്ചും കൂടെ കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കിട്ടാത്തവർക്കും കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. സോ കുറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ സീറ്റ് വേക്കൻസി ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ 6th അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് കൊടുക്കാവൂ. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക സീറ്റ് വേക്കൻസി എവിടെയൊക്കെയാണ് ഉള്ളത്. സോ ആ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാവൂ. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.